ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കാർത്തിക്. വെൽക്കം ടു ഫൺ സ്റ്റഡി. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അരിത്തമാറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര എന്ന മാത്തമാറ്റിക്സ് ആണ്. SLCയിൽ 10th മാത്തമാറ്റിക്സിലെ 1-3 ചാപ്റ്റേഴ്സ്. കാരണം ഈ 2 ചാപ്റ്റേഴ്സ് നമ്മൾ മിക്സ് ചെയ്ത് കമ്പൈൻ ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ 1-3 ചാപ്റ്റേഴ്സിൻ്റെ തറായിട്ട് അതിൻ്റെ ഓരോ മെയിൻ കൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് പഠിപ്പിക്കും. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ മെയിൻ പാർട്ടിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് കാണുന്നത് അരിത്തമാറ്റിക് സീക്വൻസ് നോക്കുമ്പോൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അരിത്തമാറ്റിക് സീക്വൻസിനകത്തിലെ സീക്വൻസ് എന്താണെന്ന കാര്യം. സീക്വൻസ് സിമ്പിളായിട്ട് പറയാം. ഇതിൻ്റെ ലൈനിൽ എന്താണ് സീക്വൻസ്, അതിൻ്റെ ഇതെന്താണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയുമ്പോൾ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു 2 നമ്പേഴ്സ് ഇപ്പം ഇപ്പം 1, 2, 3, 4, 5 അങ്ങനെ നമ്പേഴ്സ് വെക്കുന്ന ടൈമിന് ഓരോ നമ്പറിൻ്റെയും ഡിഫറൻസ്, ഇപ്പോൾ 2, 1 തമ്മിൽ ഡിഫറൻസ് 1 ആണ്, 3, 2 തമ്മിൽ ഡിഫറൻസ് 1 ആണ്, 4, 3 തമ്മിൽ ഡിഫറൻസ് 1 ആണ്. ഇങ്ങനെ ഒരേ ഡിഫറൻസ് വരുന്ന ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു രീതിയിൽ ഒരേ ക്രമത്തിൽ പോകുന്ന നമ്പേഴ്സിന് നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അല്ലാണ്ട് സീക്വൻസ് ഉണ്ട്. ഇപ്പം 1, 4, 9, 16, 25 വരുന്നത് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് വരുന്ന സീക്വൻസാണ്. അത് നോർമൽ സീക്വൻസാണ്. അപ്പോൾ സീക്വൻസും ഉണ്ട്, അരിത്തമാറ്റിക് സീക്വൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്നത് അരിത്തമാറ്റിക് സീക്വൻസ് മാത്രമാണ്. അപ്പം എന്താണ് അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ അതൊരു ടേംസിനാണ് നമ്മളെങ്ങനെ ഓൾജിബ്ര രീതി എങ്ങനെ പറയുന്നതെന്നും കൂടി ജസ്റ്റ് പറഞ്ഞു നോക്കാം. നമ്മൾ സീക്വൻസിൻ്റെ രീതികളെ നമ്മൾ 2 രീതിയിൽ പറയുക. അതായത് ഒരു ടേം, ഇതിപ്പോൾ ഒരു ടേമാണ് എക്സ് എന്ന ടേം. എക്സ് എന്നത് ഫസ്റ്റ് ടേം. അപ്പോൾ ഒന്നാമത്തെ ടേമിൽ നിന്ന് എക്സ് എഴുതി അതിൻ്റെ താഴെ 1 കൊടുക്കുന്നു. ഇതാണ് ഫസ്റ്റ് ടേമിന് നമ്മൾ കൊടുക്കുന്ന രീതി. രണ്ടാമത് നോക്കുമ്പം x2 എന്ന് പറയുന്നത് ഒരു ടേം, അതായത് അതേ സീക്വൻസിൽ രണ്ടാമത്തെ ടേം, പക്ഷേ ഇതിന് രണ്ടിനും ഡിഫറൻസ് സെയിം ആയിരിക്കും കേട്ടോ. ഈ ഡിഫറൻസ് ഇതെല്ലാം സെയിം ആയിരിക്കും. അപ്പം ഈ ടേമിന് രണ്ടാമത്തെ ടേമിന് ഈ സീക്വൻസ് രണ്ടാമത്തെ ടേമിന് നമ്മൾ x2 എന്ന് പറയും. ഈ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് ഫസ്റ്റ് പഠിക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. അപ്പം ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് സെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് കേൾക്കുക. ദിസ് ദ നമ്പർ got by subtracting the previous term from any term is called common difference of the arithmetic sequence are usually denoted using the letter D, small letter D. നേരത്തെ പറഞ്ഞ തന്നെ അരിത്തമാറ്റിക് സീക്വൻസിൽ കുറച്ച് റൂളുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് ഉണ്ടാവില്ല. ആ പ്രിൻസിപ്പിൾസ് ഒന്നായ കോമൺ ഡിഫറൻസ്. ഈ കോമൺ ഡിഫറൻസിനെ D കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സ്മോൾ ലെറ്റർ D കൊണ്ടാണ് നമ്മൾ ഇതിനെ എന്താണെന്ന് അർത്ഥമാക്കുന്നത്. അപ്പം ഞാൻ ഇപ്പം നേരത്തെ ഇത് തന്നെ. അപ്പം ഇതൊരു സീക്വൻസാണ്. ഞാൻ പറഞ്ഞ ഈ സംഭവം ഒരു സീക്വൻസാണെന്ന് വിചാരിക്കുക. ഇതൊരു സീക്വൻസ് ആയിരിക്കെ ഇതിൻ്റെ D എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ, ഒന്നെങ്കിൽ നമുക്ക് 2-ൽ നിന്ന് 1 മൈനസ് ചെയ്യാം. D കണ്ടുപിടിക്കാൻ 2-ൽ നിന്ന് 1 മൈനസ് ചെയ്യാം. അതുമല്ലെങ്കിൽ നമുക്ക് 3-ൽ നിന്ന് 2 മൈനസ് ചെയ്യാം. അതുമല്ലെങ്കിൽ 4-ൽ നിന്ന് 3 മൈനസ് ചെയ്യാം. അതായത് ഒരു ഡിജിറ്റ് അല്ലെങ്കിൽ ഒരു ടേം, ഒന്നൊഴിച്ച് വരുന്ന ടേം, ഒന്നാമത്തെ ടേം ഒഴിച്ച് വരുന്ന ബാക്കി ഏത് ടേമും ആ ടേമിൻ്റെ തൊട്ടടുത്ത നമ്പർ, അല്ലെങ്കിൽ ഇതിപ്പം x4 ആണ്. ഈ x4ന് തൊട്ട് മുൻപിൽ വരുന്ന നമ്പർ x3. അപ്പം x4ൽ നിന്ന് x3 കുറച്ച് കിട്ടുന്ന വാല്യൂ ആണ് D. x4ൽ നിന്ന് x3 കുറച്ച് കിട്ടുന്ന വാല്യൂ ആണ് D, അല്ലെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ്. പിന്നീട് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് സമ്മുകളുടെ രീതിയാണ്. നമ്പേഴ്സിന് സമ്മ് കണ്ടുപിടിക്കുന്ന രീതി. സമ്മ് എന്ന സാധനം കണ്ടുപിടിക്കുമ്പം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് തിങ്, ഒരു സീക്വൻസ് വന്നു. ഇതിപ്പോൾ ഒരു അരിത്തമാറ്റിക് സീക്വൻസാണ്. 5 കൂടി വരുന്ന ഒരു സീക്വൻസാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സീക്വൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പം എന്നോട് ഞാൻ പറയുന്നു
5 തൊട്ട് 20 വരെ ഉള്ള 25 വരെയുള്ള ഇതുകളുടെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിൻ്റെ സം കണ്ടുപിടിക്കാൻ ഇത്രയും ഡിജിറ്റ് 1 തൊട്ട് 5 വരെയുള്ള x1 to x5 വരെയുള്ള സം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് ഒരു ഓഡ് നമ്പറാണ്. ഇപ്പം ഇവിടെ 1, 2 ഒന്നാമത്തെ ടേം, രണ്ടാമത്തെ ടേം, മൂന്നാമത്തെ ടേം, നാലാമത്തെ ടേം, അഞ്ചാമത്തെ ടേം, 5 എണ്ണം. 5 പറയുന്നത് ഓഡ് നമ്പർ ആണോ? ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പർ ആണെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ നേർ സെൻട്രൽ പൊസിഷനിലുള്ള നമ്പർ ഏത് നമ്പറാണോ അതിൻ്റെ നേർ പകുതി അതിൻ്റെ മിഡായിട്ട് വരുന്നത് ആ നമ്പർ എടുക്കുക. ആ പെർട്ടിക്കുലർ നമ്പർ എടുത്തിട്ട് ആ നമ്പറിനെ എത്ര നമ്പേഴ്സ് നോക്കുക. ഇപ്പം 10 നമ്പറിന് 11 നമ്പറിന് 11 നമ്പറിൻ്റെ പകുതി 6ാമത്തെ നമ്പറായിരിക്കും. 6ാമത്തെ നമ്പറിനോട് ആ 11 നമ്പർ 6ാമത്തെ ടേം ആ ടേമിൻ്റെ വാല്യൂവിനോട് 11 ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. 11 ഇൻറ്റു ചെയ്യുക. അപ്പം ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ചോദിച്ചത് 3 തൊട്ട് 5 വരെയുള്ള ടേമിൻ്റെ സം എടുക്കാനാണ്. 3 തൊട്ട് 5 വരെ ടേം സം എടുക്കാൻ പറയുമ്പം 3ൻ്റെയും 5ൻ്റെയും നടുക്ക് വരുന്ന 4നോട് ഈ ടോട്ടൽ 3 എണ്ണല്ലേ 3 ഇൻറ്റു ചെയ്തു 4നോട് 3 ഇൻറ്റു ചെയ്യുക. ഓക്കെ. വേറൊന്ന് എടുക്കുമ്പം 2ാമത്തെ ടേം തൊട്ട് 6ാമത്തെ ടേം വരെ എടുക്കുമ്പോൾ ടോട്ടൽ അവിടെ 5 ടേംസ് ഉണ്ട്. 2ാമത്തെ ടേം തൊട്ട് 6ാമത്തെ ടേമിന് എടുക്കും ടോട്ടൽ അവിടെ 5 ടേംസ് ഉണ്ട്. 5 ടേംസ് ആകുമ്പോൾ 4ാമത്തെ ടേം ആയിരിക്കും അതിൻ്റെ മിഡ്. അപ്പോൾ 4ാമത്തെ ടേമിനോട് 5 കൂട്ടും. അല്ലെങ്കിൽ 5 കൂട്ടുക 5 ഇൻറ്റു ചെയ്യുക. 5 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ വാല്യൂസ് കിട്ടും. പിന്നെ കിട്ടുന്നത് 1ാമത്തെ ടേം തൊട്ട് 7ാമത്തെ ടേം വരെ എടുക്കുമ്പോൾ അതിലും നടുക്കായിട്ട് വരുന്നത് 4ാമത്തെ ടേമാണ്. അപ്പം 4ാമത്തെ ടേമിനോട് നമ്മൾ എന്ത് ചെയ്യുക? 7 ഇൻറ്റു ചെയ്യുക. ഈ ടേംസ് കറക്റ്റാണോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇത് നേരത്തെ പറഞ്ഞ ഓഡ് നമ്പറിൻ്റെ ഒരു നമ്മൾ എഴുതി പറയില്ലേ, നോർമൽ നമ്മൾ ഡിഫൈൻ ചെയ്യില്ലേ, ഡിഫൈനിങ് ആണ്. പിന്നെ നോർമൽ സം എടുക്കും. സം ഓഫ് ദ ഓൾ ടേംസ് ഓഫ് ഓഡ് നമ്പർ ചെയ്യുമ്പോൾ മിഡ് ടേം എടുക്കുക. അതിൻ്റെ നമ്പർ ഓഫ് ടേംസ് എത്രയാണ് അതിൻ്റെ മിഡ് ടേമിനോട് ഇൻറ്റു ചെയ്യാം. ഇത് എനിക്ക് തോന്നുന്നതാണെങ്കിൽ SSLC എക്സാമിന് ഓൾഡ് ടേമിനേക്കാൾ കൂടുതൽ വരാൻ സ്കോപ്പ് കൂടുതൽ ഈവൻ ടേം ആയിരിക്കും. കാരണം ഈവൻ ടേമിന് കുറച്ച് പണിയാക്കും. അതിൻ്റെ അകത്ത് നിന്ന് ആ ക്വസ്റ്റ്യൻസ് ഡിറൈവ് ചെയ്ത് വരാൻ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയാണ് ഈവൻ ടേമിന് ഓൾഡ് ടേമിനേക്കാൾ കൂടുതൽ. അപ്പം ഈവൻ ടേമിന് എടുക്കുമ്പോൾ 1 തൊട്ട് 40 വരെ ഒന്നാമത്തെ ടേം തൊട്ട് 8ാമത്തെ ടേം വരെ അതൊരു ഈവൻ നമ്പർ. അതിന് സം എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ഒരു പേരുണ്ടാക്കണം. അപ്പോൾ ഈ പേരിനൊരു പ്രത്യേകതയുണ്ട്. ഈ പേരിൻ്റെ 2 പ്രത്യേകത. ടേംസുകൾ കൂട്ടിയാൽ എത്രാമത്തെ ടേം ആണ് ആ ടേമിനോട് 1 കൂട്ടി കിട്ടും. ഇപ്പോൾ 8ാമത്തെ ടേം ആണെങ്കിൽ 8നോട് 1 കൂട്ടിയത് എത്രയാണ്? 9 കിട്ടണം. ഇതിൻ്റെ ടേമുള്ള വാല്യൂ കൂട്ടിയാൽ അപ്പം 8ഉം 1ഉം ഒരു പേര, 7ഉം 2 ഒരു പേര, 6ഉം 3ഉം ഒരു പേര, 5ഉം 4ഉം ഒരു പേര. രണ്ടാമത്തെ ഇത് പറയുന്നത് അതിൻ്റെ ടേംസിൻ്റെ വാല്യൂസ് കൂട്ടുമ്പോൾ സെയിം കിട്ടും. 4ഉം 5ഉം കൂട്ടിയാൽ 45, 35ഉം 10ഉം കൂട്ടിയാൽ 45, 30ഉം 15ഉം കൂട്ടിയാൽ 45, 25ഉം 20ഉം കൂട്ടിയാലും 45. ഈ ടേംസ് ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പേഴ്സ് എടുക്കുക. അപ്പോൾ ഈവൻ നമ്പറാകുമ്പോൾ ഈക്വൽ പേഴ്സ് ഉണ്ടാവും. ഓഡ് നമ്പേഴ്സ് ഈക്വൽ പേഴ്സ് ഉണ്ടാവും. ബട്ട് ഒരു നമ്പർ ആ മിഡ് നമ്പർ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും പേരുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അവിടെ അതിന് ടേംസ് ഇൻറ്റു ചെയ്ത് മിഡ് ടേമിനോട് നമ്മൾ ടേംസ് ഇൻറ്റു ചെയ്തതിന് കാരണം അവിടെ 1 പെയറായിട്ടില്ല. ഒരു മിഡ് ടേമിന് മാത്രം പെയറില്ല, ബാക്കി എല്ലാത്തിനും പെണ്ണുണ്ട്, പേരുണ്ട്. അപ്പം ഈ അരിത്തമെൻ്റെ സീക്വൻസ് ഇങ്ങനെ വരുന്നത് ഇഫ് ദ നമ്പർ ഓഫ് 2 പേഴ്സൺ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് അതർ 2 പേഴ്സൺ. ഇത് പറഞ്ഞായിരുന്നു തന്നെ. ഇങ്ങനെ ചോദിച്ചാൽ നമുക്കിപ്പം ഒന്നെങ്കിൽ എക്സാമിന് ഇത് തൊട്ട് ഇത് വല്ല ടേം വരും. 1 തൊട്ട് 1ാമത്തെ ടേം വരും, 8ാമത്തെ ടേം വരും. എന്നിട്ട് പറയും നമ്മളോട് സമ്മൺ അടിക്കാൻ പറയുമ്പം 1ാമത്തെ ടേം ഇത്ര വെക്കുക, 2ാമത്തെ ടേം ഇത്ര. ഈ 2 ടേമിൻ്റെ വാല്യൂ വരും. ആ വാല്യൂ നമ്മൾ കൂട്ടുക. അപ്പോൾ എത്രയാണ്? 45. ഈ 45 എത്ര പെയറുണ്ട്? ഒരു പെയറുണ്ട്. ഇതിപ്പോൾ ഒരു പെയർ, 2ാമത്തെ പെയർ, 3ാമത്തെ പെയർ, 4ാമത്തെ പെയർ. അപ്പം 45നോട് നമ്മൾ 4 ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 180 കിട്ടി. ഡിഗ്രിയാണ് 150 ഡിഗ്രി ഒന്നും 180 കിട്ടി. സെറ്റാണോ? ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് എക്സിലേക്ക് പോകാം. അടുത്ത 3ാമത്തെ ചാപ്റ്ററിലേക്കാണ്.
ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആൾജിബ്ര ഈ ചാപ്റ്ററിനും മറ്റേ മുൻപത്തെ ചാപ്റ്ററും കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിന് ഒരു ഡൗട്ടും ഇല്ല, നോ ഡൗട്ട്. കാരണം ഈ ചാപ്റ്ററിൽ നേരെ വരുന്നതാണെങ്കിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തായിരിക്കും മെയിൻ അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ്. അപ്പം നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ അപ്പം ഇത് എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്ര പഠിക്കാം. ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്ര എന്താണോ അത് കണ്ടുപിടിക്കാൻ പഠിക്കണം. ഓൾജിബ്ര കണ്ടുപിടിക്കാൻ പഠിക്കുമ്പോൾ സെയിം നോക്കേണ്ടത് n ടേംസ് ഓഫ് എൻ അരിത്തമാറ്റിക് സീക്വൻസ് അതിൻ്റെ ഓൾജിബ്രൈറ്റ് ഫോം എടുക്കണം. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് ടേം ഒരു അരിത്തമാറ്റിക് സീക്വൻസ് അറിയാതെ ഒരു അരിത്തമാറ്റിക് സീക്വൻസിന് ഒന്നാമത്തെ ടേം എന്ത് പറയും? x1. രണ്ടാമത്തെ ടേം എന്ന് പറയും x2. മൂന്നാമത്തെ ടേമിനെ x3. അങ്ങനെയാണെങ്കിൽ അറിയാതൊരു ടേമിന് എത്രയോമത്തെയോ ടേമിന് ഇന്ന് അരിത്തമാറ്റിക് സീക്വൻസിൽ അറിയാതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആ സീക്വൻസിൽ ഇത്രാമത്തെയോ ടേമിൻ്റെ രീതി എങ്ങനെ പറയാം? xn. ഓക്കെ ആണോ? പിന്നെ അടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു നമ്മളൊരു സാധനം കണ്ടുപിടിക്കുന്ന ടൈമിൽ നമുക്ക് മെയിനായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങളൊന്നാണ് ഫസ്റ്റ് ടേം എടുക്കണം. ഫസ്റ്റ് ടേം എടുക്കണം. കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കണം. എന്നിട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് നോക്കുക. ഈ സാധനമാണ് ഫസ്റ്റ് ഫോമാണിത്. പക്ഷേ ആൾക്കാർ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഫോം ഇത് ഏറ്റവും സിമ്പിളായ ഫോം രണ്ടാമത്തെ തന്നെ dn + f - d. അതായത് ഇപ്പം ഞാനൊരു അരിത്തമാറ്റിക് സീക്വൻസ് എടുക്കാം. ഇപ്പം 1, 4, 7, 10, 13, 16 എക്സെട്ര. ഇതിൻ്റെ അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഓൾജിബ്രാറ്റിക് ഫോം ചോദിച്ചാൽ ചെയ്യേണ്ടത് ഇതിന് d എന്ന് എടുക്കുക. dd. ഈ d കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കുക. d = 3. d 3 ആണ്. അപ്പോൾ 3 d വന്നെങ്കിൽ അപ്പം തന്നെ എഴുതുക 3n = 3n. പിന്നെ ഇവിടെ പ്ലസ് ആണ്. രണ്ടാമത് നോക്കേണ്ടത് പ്ലസ് എന്ത് ചെയ്യണം? പിന്നെ ഫസ്റ്റ് ടേം. ഈ ഫസ്റ്റ് ടേമിൽ നിന്ന് ഡി കുറക്കണം. ഫസ്റ്റ് ടേം അപ്പോൾ 1 - 3. 1 - 3 = -2. അപ്പം ഇവിടെ -2 വരും. അപ്പോൾ ഈ പ്ലസും മൈനസും ക്യാൻസൽ ആകുമ്പോൾ -2. അപ്പോൾ ഇതിൻ്റെ ഓൾജിബ്രാറ്റിക് ഫോം ഇതായി. മനസ്സിലായോ? സെറ്റാണോ? അപ്പം നമുക്ക് അടുത്തേക്ക് പോകാം. അപ്പം വേറൊന്നുമില്ല, നമുക്ക് ഇതേ സാധനത്തിന് വേറൊരു രീതിയിൽ എഴുതാം. പക്ഷേ ഇതും നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് എഴുതിയെടുത്ത് പറയുന്നത് നോർമൽ എ എന്ന സാധനത്തിന് നമ്മൾ ഡീൻ്റെ വാല്യൂ കൊടുത്തു. a + bക്ക് നമ്മൾ എന്ത് ചെയ്തു? a + d + b. b എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ടേം. a + b കിട്ടുന്നതാണ് ഫസ്റ്റ് ടേം. അപ്പോൾ ഫസ്റ്റ് ടേം കൊടുത്തു. അപ്പം ഇത് സെയിം വാല്യൂ തന്നെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അപ്പം നമ്പർ ഓഫ് ടേംസ് ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് n = xn - x1 / d + 1. ഇത് ചെയ്യുന്നത് എത്രാമത്തെ ടേമാണ് ചോദിക്കുന്ന ടൈമാണ്. എന്ന് പറയുന്നത് ഈ സാധനത്തിന് നമ്മൾ കുറച്ചും കൂടി പ്രത്യേക രീതിയിൽ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ റൂൾ ആലോചിക്കണം. ഈ റൂൾ എന്ന് പറയുന്നത് ഈ എക്സ് എന്ന വാല്യൂ നമ്മളൊരു വാല്യൂ ആണ്. ഇപ്പോൾ നേരത്തെ ഈ സാധനം തന്നെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. നമുക്ക് ഈ സാധനത്തിന് എടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം? താഴേക്ക് എടുക്കാം. ഇതിപ്പോൾ നമ്മളെ ടേമാണ്. ഇതെന്താണ്? ടേമാണ്. ഈ ടേമിനകത്ത് ഞാൻ പറയുന്നു ഒരു 36. ഓക്കെ, 36. ഈ 36 എന്നത് ഇതിൻ്റെ ഒരു ടേമാണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ നാളെ വന്നിട്ട് നിങ്ങളോട് ഒന്ന് പറയുകയാണ് 36 എന്നത് ഇതിൻ്റെ ഒരു ടേമാണ്.
എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ത് പറയും? 36 ടേമാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ ഇത് വെച്ച് ബാക്കി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 16 കഴിഞ്ഞാൽ ബാക്കി 19 കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മൾ പിന്നെയും കൂട്ടും 22. കൂട്ടാൻ നിൽക്കുമോ? ഇല്ല. അപ്പോൾ കൂട്ടാൻ നിൽക്കുന്ന വരുമ്പോൾ ട്രിക്ക് ഉണ്ട്. എന്നാണ് കണ്ടുപിടിക്കേണ്ടത്, എത്രാമത്തെ ടേമാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിലെ ടേം ആണോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നോക്കുക. ഈ തന്ന ടേം മൈനസ് ഫസ്റ്റ് ടേം 1 ഡിവൈഡഡ് ബൈ എന്ത് ഡിവൈഡ് ബൈ അതിൻ്റെ കോമൺ ഡിഫറൻസ് 3. അപ്പോൾ 35 ഡിവൈഡഡ് ബൈ 3 കിട്ടിയാൽ റിമൈൻഡർ 0 ആവും. അത്രയും വേണ്ടിൻ്റെ വാല്യൂ ഒന്നും ആരോടും കണ്ടുപിടിക്കാൻ പറയില്ല. 32 ഡിവൈഡഡ് വാല്യൂ കണ്ടുപിടിക്കണം. 35 ഡിവൈഡഡ് ബൈ 3 ഒരു 0 ആയിരിക്കും വാല്യൂ. റിമൈൻഡർ 0 ആയിരിക്കില്ല. അത് നമുക്ക് നോർമൽ പറഞ്ഞാൽ 36 ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം അതിൻ്റെ ഒന്ന് കുറച്ചതിന് കിട്ടുന്നു, ഒരിക്കലും അതിൻ്റെ 0 ആയിരിക്കില്ല. അപ്പോൾ 0 അല്ലാതെ ടൈമിന് 0 അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത്രയും വേണ്ട ദിസ് ഈസ് നോട്ട് എ ടേം ഓഫ് ദി സീക്വൻസ്. അഥവാ ആണ്, ഇപ്പം ഇതൊരു ടേം ആണ് എന്നാൽ അതിൻ്റെ പൊസിഷൻ ആണെങ്കിൽ അതിൻ്റെ പൊസിഷൻ എന്ത് എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ 36 ഇപ്പം 37 നമുക്ക് തന്ന വാല്യൂ വെച്ചോ. 37 - 1 ഡിവൈഡ് ബൈ 3 വരുമ്പോൾ നമുക്ക് 36 ഡിവൈഡഡ് ബൈ 3 കിട്ടും. ഇല്ലേ? 36 ഡിവൈഡ് ബൈ 3 വെച്ചുമ്പോൾ എത്രയും 12 കിട്ടും. അപ്പോൾ 12 കിട്ടിയേ. അപ്പോൾ 12നോട് അപ്പം നമ്മൾ ഈ ഉപയോഗിക്കണം. അപ്പം പ്ലസ് 1 ഇല്ല, 12നോട് നമ്മൾ 1 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടി? 13. അപ്പോൾ 13ാമത്തെ ടേം ആയിരിക്കും 37. ഈ സീക്വൻസിൻ്റെ 13ാമത്തെ ടേം. സെറ്റാണോ? റെഡിയല്ലേ? അപ്പം നമുക്ക് അടുത്തേക്ക് പോവാം. അയ്യോ, റിപ്പീറ്റ് വന്നല്ലേ. ഓക്കെ, സോറി, റിപ്പീറ്റ് വന്നു. സോറി. ഇതിൽ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന വെച്ചാൽ കഴിഞ്ഞ പേപ്പേഴ്സ് എല്ലാം നോക്കിയ ടൈമിൽ ആനുവലിൻ്റെ ഓണപരീക്ഷൻ്റെ ക്രിസ്മസ് പരീക്ഷൻ്റെ എല്ലാം പേപ്പേഴ്സ് നോക്കുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കോമൺ ആയിട്ട് വരുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ കോമൺ ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചെറിയ ഡെമോ ആണ് ചില. ഇപ്പം 1,3 ഒരു നോർമൽ നമ്പേഴ്സ് വരും. 1, 2, 3, 4, 5, 6, 7 തന്നു. അല്ല എക്സെട്രാ അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു നമ്പർ ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യലാണ്. 1 + 2 + 3 പ്ലസ് അങ്ങനെ പോയി +++++9 ഒന്ന്. എന്നിട്ട് അടുത്ത് ഇതിൻ്റെ സമ്മ എടുക്കാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റൻ അല്ല, ഫസ്റ്റ് ക്വസ്റ്റൻ അതിന് സബ് ക്വസ്റ്റൻ ഫസ്റ്റ് എ പാർട്ട് അതായിരിക്കും. ബി പാർട്ട് പറയുന്നത് 2 + 4 + 2 + 4 + 6 + എക്സെട്രാ +18 ഇനി സമ്മ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ല നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെല്ലാം ചെയ്യാം. അതിന് മുൻപ് നമ്മൾ പഠിക്കേണ്ട ഒരു തിയറിയാണ് നാച്ചുറൽ നമ്പേഴ്സ്, കോൺസ്റ്റിറ്റ്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. അതായത് 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ പോകുന്ന തുടർച്ചയായി നമ്മൾ എണ്ണൽ സംഖ്യ അതൊന്നും അറിയില്ല. അങ്ങനെ എണ്ണുന്ന സംഖ്യകൾ ഉപയോഗിക്കുന്ന ടൈമിന് കുറച്ച് രീതികളുണ്ട്. അതായത് 1 തൊട്ട് n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ കൂട്ടുമ്പം ആ n എന്താണോ എന്നിനോട് 1 കൂട്ടി കിട്ടുന്ന വാല്യൂ ഡിവൈഡ് ബൈ 2 ചെയ്യും. അതായത് ഇതിലേക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. n. അപ്പോൾ എന്നിനോട് n × n + 1 ഡിവൈഡ് ബൈ 2 ഇതാണ് n. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 100 ആണെന്ന് വിചാരിച്ചോ. 100 ആണെങ്കിൽ 100 × 101 ഡിവൈഡ് ബൈ 2 ഇത് ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, സെറ്റാണോ? ആ കാര്യം ക്ലിഞ്ചാണോ, ക്ലിയർ ആണോ? അത് നമുക്ക് അടുത്ത നോക്കാം. അപ്പം ഇതാണ് ഫസ്റ്റ്. ഇത് ഓർത്ത് നോക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഈവൻ നമ്പേഴ്സാണ്. 2, 4, 6, 8, 10 അങ്ങനെ ഈവൻ നമ്പേഴ്സാണ്. 1 തൊട്ട് 100 വരെയുള്ള ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ അവിടെ എത്ര ഈവൻ നമ്പേഴ്സ്? 1 തൊട്ട് 100 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? നേർപകുതി. അപ്പം 50 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. അപ്പം ഈ n എന്ന സാധനം 50 ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ 2n ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ എന്താ വിളിക്കണം? അവിടെ 2n ആണെങ്കിൽ n എടുക്കണം. അല്ലെങ്കിൽ ഇവിടുത്തെ n ഇപ്പം ഇതിപ്പം 100 ആണെന്ന് വിചാരിച്ചോ. ഇത് 100 ആണെങ്കിൽ n 50 ആയിരിക്കും.
കിലോ 50 ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഇവിടുന്ന് കിട്ടുന്ന ഈ എന്നിനോട് അതിന് തൊട്ടിപ്പുറത്തായി. ഇപ്പം 50 ആണെങ്കിൽ 50 × 51 ചെയ്യണം. ഓക്കെ, 50 × 51 ചെയ്യണം. ഇത് കിട്ടും നമുക്ക് ഈവൻ നമ്പേഴ്സിന് കിട്ടും. അപ്പോൾ ഓഡ് നമ്പേഴ്സിനാണെങ്കിൽ 1, 3, 5 എത്ര രൂപ? അപ്പം 1 തൊട്ട് 100 വരെ ടോട്ടൽ 50 ഈവൻ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 100 എണ്ണല്ലേ, 101 എണ്ണല്ലേ, 100 എണ്ണല്ലേ ഇല്ലത്. അപ്പം 100 എണ്ണത്തിനകത്ത് 50 ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ ബാക്കി 50 എന്തായിരിക്കും? ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ 50 ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ബാക്കി എന്തായിരിക്കും? ഓഡായിരിക്കും. അത് ഡൗട്ടില്ലല്ലോ. എന്നാ ഇത് നോക്കുക, ഈ ഓഡ് നമ്പറിൻ്റെ ഓൾജിബ്രാറ്റിക് ഫോമാറ്റ് 2n + 1 ഉണ്ട്, -1 ഉണ്ട്. അപ്പം നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന -1 കാരണം എന്നിനോട് 2 × ഇതാ ഈവനായി, ഏതൊരു നമ്പറോട് 2 × ഇതാ ഈവനായി. അപ്പം ഈവനോട് 1 കൂട്ടിയാലും കുറച്ചാലും അതോടല്ലേ. അപ്പോൾ കുറച്ചെടുത്താൽ ഇതിൻ്റെ അകത്തിൽ എന്നില്ല. ഇപ്പോൾ ഇവിടെ ഇപ്പം 99 ഉണ്ട്, 98ആയി. 98ൻ്റെ പകുതി എടുക്കുക. 98ൻ്റെ പകുതി പറയുന്നത് എത്ര രൂപ? 98ൻ്റെ പകുതി പറയുന്നത് ÷ 2 ചെയ്യുക. അപ്പം നമുക്കിവിടെ 8 × 4 9 49 കിട്ടി. അപ്പം 49 കിട്ടിയോ? ഇവിടെ 49 കിട്ടിയാൽ എന്നിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പം 49ൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പം ഇതൊക്കെയാണ് ഈ 2 ചാപ്റ്റേഴ്സ് വരുന്ന കാര്യം. ഈ 2 ചാപ്റ്റേഴ്സിന് ഈ പാർട്സേ വരും, വേറെ എക്സ്ട്രാ വരുമൊന്നും ഇല്ല. പിന്നെ ഈ പാർട്സിൻ്റെ അകത്ത് നിന്ന് കമ്പൈൻ ചെയ്തിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അടുത്ത വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഈ ഭാഗങ്ങൾ ഇപ്പം പഠിക്കുക. അപ്പോൾ നമുക്ക് ഓണപരീക്ഷയ്ക്ക് ഉപകാരപ്പെടും, ക്രിസ്മസിന് ഉപകാരപ്പെടും, SLC എക്സാമിന് ഉപകാരപ്പെടും. അപ്പോൾ കണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ എല്ലാവരും കുറേ ആൾ കാണുന്നുണ്ട്, കുറച്ചൊക്കെ കാണുന്നുണ്ട്. പ്രശ്നം ഷെയർ ചെയ്യുക. കാരണം ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടേക്കും. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.